പ്ലീസ് ഇൻസ്പെക്ടർ സർ ഒന്ന് കേൾക്കൂ. എനിക്കൊന്നും അറിയില്ല, ഞാൻ കള്ളിയല്ല. പറയാനുള്ളതൊക്കെ ഇനി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. കൊണ്ടുപോവളെ. പ്ലീസ് പ്ലീസ് മുത്തശ്ശി ഒന്ന് കേൾക്ക്. അവനിയുടെ ഈ അവസ്ഥ കണ്ട് നീലിനും ഷനായയ്ക്കും ചിരി അടക്കാനായില്ല. അവരുടെ മുഖത്തിലെ ആ സന്തോഷം കണ്ടപ്പോഴാണ് ഇതെല്ലാം അവരുടെ പണിയാണെന്ന് അവനിക്ക് മനസ്സിലായത്. എങ്കിലും അതിലധികം അപ്പോൾ അവൾക്ക് ദേഷ്യം ഗൗതമനോടായിരുന്നു. മുത്തച്ഛന്റെ വ്യവസ്ഥയും വാഗ്ദാനവും എല്ലാം തീരട്ടെ, കഴിഞ്ഞിട്ട് വേണം ഗൗതമനോട് ഡിവോഴ്സ് വാങ്ങാൻ. അതിനിടയിൽ കോൺസ്റ്റബിൾ തന്റെ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ മുഖം വിളറിപ്പോയി. അയാൾ ഓടിയെത്തി ഇൻസ്പെക്ടറുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് കേട്ട് ഇൻസ്പെക്ടറും കമ്പ്യൂട്ടറിൽ പോയി നോക്കി. സ്ക്രീനിൽ കണ്ടത് കണ്ടപ്പോൾ അവൻ ഞെട്ടി. അയ്യോ, പണി പാളി. ഇത് റാത്തോർ റോയൽ ഫാമിലിയുടെ കാറാണല്ലോ. വേഗം സീനിയർ ഓഫീസറെ അറിയിക്കേ. നീ ഇനി നല്ലവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ചോ. റാത്തോർ റോയൽ ഫാമിലിക്ക് രാജസ്ഥാൻ മുഴുവൻ അത്യധികം ബഹുമാനമുണ്ടായിരുന്നു. അവരുടെ പേര് കേട്ട മാത്രയിൽ അവനിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊട്ടി. റാത്തോർ റോയൽ ഫാമിലി, ഇത്രയും വർഷം ഒരു പരാതിയില്ലാത്തവര്. ഇനി അഗർവാൾ കുടുംബത്തിന്റെ നാളുകളാണെന്ന് തോന്നുന്നു.